നമസ്കാരം. ടെക് ടു ലൈഫ് ബൈ അസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട് പണിയുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് ഹാൻഡൈൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ്. പലരും സ്റ്റെയർകേസ് പണി കഴിഞ്ഞ് അവസാനം ഹാൻഡൈൽ ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മതി എന്നാണ് കരുതുന്നത്. പക്ഷേ ഹാൻഡൈൽ എന്നത് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഫീച്ചറുകളിൽ ഒന്നാണ്. അതുകൊണ്ട് ചെറിയ അശ്രദ്ധ പോലും പിന്നീട് അപകടത്തിന് കാരണമായേക്കാം. അപ്പോൾ പ്രധാന കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാര്യം, മെറ്റീരിയൽ സെലക്ഷൻ. ഇന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, ഗ്ലാസ് ഹാൻഡ് റെയിൽ, അലുമിനിയം തുടങ്ങി പലതരത്തിലുള്ള ഹാൻഡ് റെയിൽ ലഭ്യമാണ്. പക്ഷേ വീട്ടിൻ്റെ ഡിസൈനും ബജറ്റും ഏറ്റവും അനുയോജ്യമായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് പുറത്തുള്ള സ്റ്റെയർകേസുകളിൽ റസ്റ്റ് വരാൻ സാധ്യതയുള്ളതിനാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, പൈപ്പിൻ്റെ തിക്നെസ്. പലരും ചെലവ് കുറയ്ക്കാൻ നേർത്ത പൈപ്പ് ഉപയോഗിക്കും. ആദ്യം കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാകില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഹാൻഡൈൽ കുലുങ്ങാനും വളയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈപ്പിൻ്റെ തിക്നെസ് കുറയ്ക്കരുത്. മൂന്നാമത്തെ കാര്യം, ഹൈറ്റ്. ഹാൻഡൈൽ വളരെ ഉയരത്തിലോ വളരെ താഴെയോ വരാൻ പാടില്ല. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായി കൈപിടിക്കാൻ കഴിയുന്ന ഉയരത്തിലായിരിക്കണം. വീട്ടിൽ കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം, ഗ്യാപ്പ്. വെർട്ടിക്കൽ പൈപ്പുകളുടെ ഇടയിലുള്ള അകലം വളരെ കൂടുതലാകരുത്. ചെറിയ കുട്ടികൾക്ക് അതിലൂടെ തല കടക്കുകയോ ശരീരം കുടുങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സുരക്ഷിതമായ ഡിസൈൻ തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ കാര്യം, വെൽഡിംഗ് ക്വാളിറ്റി. പുറമേ നോക്കുമ്പോൾ വെൽഡിംഗ് നല്ലതാണെന്ന് തോന്നാം. പക്ഷേ ശരിയായ വെൽഡിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ജോയിന്റ് ഭാഗങ്ങൾ പൊട്ടുകയോ ലൂസ് ആകുകയോ ചെയ്യാം. അതുകൊണ്ട് വെൽഡിംഗ് ക്വാളിറ്റി ഒരിക്കലും അവഗണിക്കരുത്. ആറാമത്തെ കാര്യം, ഫിനിഷിംഗ്. ഹാൻഡ് റെയിലിൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടാകരുത്. കൈമുറിയാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ഗ്രൈൻഡിംഗ് ചെയ്ത് സ്മൂത്ത് ഫിനിഷ് നൽകണം. ഒരു നല്ല ഫിനിഷിംഗ് ആണ് ഹാൻഡ് റെയിലിൻ്റെ ക്വാളിറ്റി ആളുകൾക്ക് ആദ്യം മനസ്സിലാക്കുന്നത്. ഏഴാമത്തെ കാര്യം, അലൈൻമെൻറ്റ്. ഹാൻഡ് റെയിൽ നേരെ വരണം. എവിടെയെങ്കിലും വളവോ ഉയരവ്യത്യാസമോ ഉണ്ടെങ്കിൽ സ്റ്റെയർകേസിൻ്റെ മൊത്തം ഭംഗി നഷ്ടമാകും. ഇൻസ്റ്റലേഷൻ സമയത്ത് ഓരോ പോസ്റ്റും ലെവൽ ചെക്ക് ചെയ്ത് മാത്രമേ ഫിക്സ് ചെയ്യാവൂ. എട്ടാമത്തെ കാര്യം, ആങ്കറിംഗ്. ഹാൻഡ് റെയിൽ ഫ്ലോറിലോ സ്റ്റെയറിലോ ഉറപ്പായി ഫിക്സ് ചെയ്തിരിക്കണം. സ്ക്രൂ അല്ലെങ്കിൽ ആങ്കർ ബോൾട്ട് ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഹാൻഡ് റെയിൽ കുലുങ്ങാൻ സാധ്യതയുണ്ട്. ഒൻപതാമത്തെ കാര്യം, മെയിൻ്റനൻസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ കോട്ടിംഗ് സമയാസമയങ്ങളിൽ പരിശോധിക്കണം. ചെറിയ മെയിൻ്റനൻസ് ചെയ്താൽ ഹാൻഡ് റെയിൽ വർഷങ്ങളോളം പുതിയതുപോലെ നിലനിൽക്കും. അവസാനമായി ഒരു കാര്യം കൂടി, ഹാൻഡ് റെയിൽ എന്നത് വെറും ഡെക്കറേഷൻ അല്ല. വീട്ടിലുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് വില മാത്രം നോക്കാതെ ക്വാളിറ്റി, സേഫ്റ്റി, സ്ട്രെങ്ത്, ഫിനിഷിംഗ് എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഒരു നല്ല ഹാൻഡ് റെയിൽ ചെയ്താൽ അത് വർഷങ്ങളോളം പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിക്കാം. എന്നാൽ മോശം ക്വാളിറ്റി ഹാൻഡ് റെയിൽ പിന്നീട് റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും കൂടുതൽ ചെലവാകും. അതിനാൽ ഹാൻഡൈൽ വർക്ക് ചെയ്യുമ്പോൾ പരിചയസമ്പന്നരായ തൊഴിലാളികളെയും നല്ല ക്വാളിറ്റി മെറ്റീരിയലും തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ്, ഹോം ബിൽഡിംഗ് എന്നിവയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ടെക് ടു ലൈഫ് ബൈ ആസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.